പ്രിയപ്പെട്ടവരെ നഷ്ടമായ വലിയ വേദനയിലും രണ്ട് കുടുംബങ്ങൾ കാണിച്ച വലിയ മനസ്സ്. അത് പുതുജീവിതമേകുന്നത് 12 പേർക്കാണ്. 8 വയസ്സുകാരൻ ദേവപ്രയാഗിന്റെയും കവടിയാർ സ്വദേശി ദിവാകർ എസ് രാജേഷിന്റെയും കുടുംബങ്ങൾക്ക് ഒരു വലിയ സല്യൂട്ട്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് കൊല്ലം നിലമേൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ദേവപ്രയാഗിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ദേവപ്രയാഗിന്റെ അച്ഛൻ ബിച്ചു ചന്ദ്രനും സുഹൃത്ത് സതീഷും ഈ അപകടത്തിൽ മരിച്ചിരുന്നു. 7 പേർക്കാണ് ദേവപ്രയാഗിന്റെ അവയവങ്ങൾ മാറ്റിവെക്കാൻ പോകുന്നത്. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്നാണ് ചികിത്സയിൽ കഴിയവേ തിരുവനന്തപുരം കവടിയാർ സ്വദേശി ദിവാകർ എസ് രാജേഷ് മരിച്ചത്. ദിവാകറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു. 9 വയസ്സുകാരൻ ദേവപ്രയാഗിന്റെ അവയവങ്ങൾ ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരുന്നു. മാത്രമല്ല ഇത് 3 ആശുപത്രികൾക്കായി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ദേവപ്രയാഗിന്റെ ഹാർട്ട് വാൽവ്, അതുപോലെ തന്നെ 2 നേത്രപടലങ്ങൾ, പാൻക്രിയാസ്, കിഡ്നി എന്നിവയടക്കം 7 അവയവങ്ങളാണ് ഇന്നലെ ശസ്ത്രക്രിയയിലൂടെ മാറ്റിയത്. ഇതിൽ വൃക്കയും ഒരു കരളും അത് കിംസിലെ തന്നെ ഒരു രോഗിക്ക് വിചാരമായി ഇപ്പോൾ മാറ്റിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഹാർട്ട് വാൽവും 2 നേത്രപടലങ്ങളും ഇവ ശ്രീധരയിലേക്കും ഒപ്പം തന്നെ കണ്ണാശുപത്രിയിലേക്കും കൈമാറിയിരിക്കുകയാണ്. ആ മോൻ ഇനിയും ജീവിക്കും 7 പേരിലൂടെ. ആ മോന്റെ കുടുംബത്തിന് ഒരു ബിഗ് സല്യൂട്ട്.